ഹലോ ഫ്രണ്ട്സ്, +1 ഫിസിക്സ് ചാപ്റ്റർ 5 വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്, മറ്റൊന്ന് കൈനറ്റിക് എനർജി ഇൻ സ്കേലാർ പ്രോഡക്റ്റ് ഫോം. സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ്. ആദ്യം നമുക്ക് എന്താണ് വേരിയബിൾ ഫോഴ്സ് എന്ന് നോക്കാം. ഓക്കെ, ഫോഴ്സ് ഹൂസ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് വേരി ഡ്യൂറിങ് ദി മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് കോൾഡ് വേരിയബിൾ ഫോഴ്സ്. ഒരു വസ്തുവിൻ്റെ ചലനവേളയിൽ അതിന്മേൽ ഏൽക്കപ്പെടുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾ ഫോഴ്സ് ചെയ്ത വർക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ നോർമലി ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ എന്നെഴുതാം, ഓർ എഫ് ഡോട്ട് എസ് അങ്ങനെ എഴുതാം. ഏതായാലും ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റായിട്ടാണ് വർക്ക് നമ്മൾ എഴുതാറുള്ളത്. നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട്, അതായത് ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് വർക്ക് കണ്ടെത്തുന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ ശ്രമിക്കുകയാണ്. നോക്കുക, ഇങ്ങനെ ഒരു ഗ്രാഫുണ്ട്. ഓക്കെ, ഒറിജിൻ എക്സ് ആക്സിസിൽ നമുക്കുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ എക്സ്. വൈ ആക്സിസിലുള്ളത് ഫോഴ്സാണ്, എഫ്. ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി നമുക്ക് ആദ്യം കോൺസ്റ്റൻറ്റ് ഫോഴ്സ് പരിഗണിക്കാം. വേരിയബിൾ ഫോഴ്സ് അല്ല, കോൺസ്റ്റൻ്റ് ആയൊരു ഫോഴ്സ് പരിഗണിക്കാം. അപ്പോൾ ഇതാണ് കോൺസ്റ്റൻ്റ് ആയൊരു ഫോഴ്സ്. ഫോഴ്സിൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നും ഇല്ലാതെ തുടരുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കേസിൽ കോൺസ്റ്റൻറ്റ് ഫോഴ്സാണുള്ളത്. ഈ കേസിൽ എങ്ങനെയാണ് വർക്ക് കണ്ടെത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എടുത്താൽ മതിയാവും. ഈ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എടുത്തു കഴിഞ്ഞാൽ അത് വർക്കിന് ഈക്വലാണ്. ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എഫ് ആണ്, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നറിയാം. അപ്പോൾ ഈ ഏരിയ അണ്ടർ ദി കർവ് നോക്കുകയാണ്. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അങ്ങനെ എഴുതാൻ കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ആയിട്ടാണുള്ളത്. ഓൾമോസ്റ്റ് എന്നല്ല, റെക്റ്റാങ്കുലർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ്. സോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തിൻ്റെ ഭാഗത്തുള്ളത് ഡെൽറ്റ എക്സ് ഇൻറ്റു ബ്രെഡ്ത്തിൻ്റെ ഭാഗത്തുള്ളത് ഫോഴ്സ്. ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് ഫോഴ്സുള്ള കേസിൽ വസ്തുവിന് മേൽ ഏൽക്കുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വസ്തു മൂവ് ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യുന്നില്ലാത്ത ഫോഴ്സുകൾ, കോൺസ്റ്റൻറ്റ് ഫോഴ്സുകൾ, അത്തരം ഫോഴ്സുകളുടെ വർക്ക് നമുക്ക് ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൽ നിന്ന് ഇങ്ങനെ കണ്ടെത്താം. ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത് വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ ഒരു വേരിയബിൾ ഫോഴ്സിൻ്റെ ഒരു ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം, വൈ ആക്സിസിൽ മുൻപത്തെ പോലെ തന്നെ ഫോഴ്സ് ഉണ്ട്, എക്സ് ആക്സിസിൽ മുമ്പത്തെ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഗ്രാഫ് മുമ്പത്തേതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല ഉള്ളത്, മറിച്ച് ആ ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അതായത് ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കാണുന്നത്, ഫോഴ്സിൻ്റെ വാല്യൂവിൽ മാറ്റം വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ഉള്ള ഫോഴ്സ് ഒരു വേരിയബിൾ ഫോഴ്സാണ് നമുക്ക് മനസ്സിലായി. പക്ഷേ ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ വർക്ക് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു മാറ്റവുമില്ല. അത് നമ്മൾ ഏരിയ അണ്ടർ ദി കർവ് തന്നെ എടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് വർക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്നൊരു പ്യുവർ സിമെട്രിക് ഷേപ്പ് ആയിരുന്നു, റെക്റ്റാങ്കിളാണ്. നമുക്കതിൻ്റെ ഏരിയ കാണാൻ വളരെ എളുപ്പത്തിൽ അറിയാം, ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ അതിൻ്റെ ഏരിയ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പപ്പണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എളുപ്പപ്പണിയായിട്ട് ഒരു ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിക്കോളാം. ഈ ചിത്രത്തിൽ നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പരിഗണിക്കുക. ഇത് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഇനിഷ്യൽ പൊസിഷൻ, ഫൈനൽ പൊസിഷൻ. അപ്പം എക്സ് എഫ് മൈനസ് എക്സ് ഐ എന്ന് പരിഗണിച്ചാൽ അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ഭാഗത്തെ മാത്രം പരിഗണിക്കുമ്പോൾ
ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്കുള്ളത്. ഇതിൻ്റെ ഏരിയ ആണ് കാണുന്നത്. നമുക്കറിയാം ഇത് റെക്റ്റാങ്കിൾ അല്ല. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇവിടുത്തെ ഫോഴ്സ്, ഇത്രയും ഭാഗത്തെ ഫോഴ്സ് നോക്കിയാൽ അത് കോൺസ്റ്റൻ്റ് അല്ല, ഗ്രാഫ് ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു എളുപ്പപ്പണി ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ ചിത്രം ഒന്ന് സൂം ചെയ്യാം. നമ്മൾ ഈ ഗ്രാഫിലെ ഒരു ചെറിയ ഭാഗത്തെ ഇങ്ങനെ വളരെ ചെറിയ ഒരു റെക്റ്റാങ്കിളായിട്ട് മുറിച്ചു എന്ന് വിചാരിക്കുക. വളരെ ചെറിയ ഒന്നായിട്ട് സ്ലൈസ് ചെയ്തു. അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ ഉള്ളത്. ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ഡെൽറ്റ എക്സ്, ഡി എക്സ്. ഈ ഒരു ചെറിയ സ്ലൈസ് ചെയ്ത്, അവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് എന്ന് വിചാരിക്കുക. വളരെ ചെറിയ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഏറെക്കുറെ ഇത്രയും ഭാഗത്തെ ഏരിയ നമുക്ക് കിട്ടി, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ശകലം ഭാഗം മുകളിൽ മിസ്സായി പോയിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇവിടെ മിസ്സായി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തിൻ്റെ ഏരിയ നമുക്കറിയില്ല, അത് നമ്മൾ ഈ എടുത്ത റെക്റ്റാങ്കിൾ കിട്ടുന്നില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങനെ റെക്റ്റാങ്കിൾ എടുത്തതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചെറുതായിട്ട് എന്തിനാണ് മുറിച്ചതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ മുറിക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ പോർഷൻ സ്ട്രൈറ്റ് ലൈൻ പോലെ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഡി എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് സമയത്തേക്ക്, ഈ ചെറിയ ഡി എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് സമയത്തേക്കെങ്കിലും ഫോഴ്സിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണല്ലോ, ഫോഴ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്, കോൺസ്റ്റൻറ്റ് ഫോഴ്സിൻ്റെ ഗ്രാഫല്ലേ. അപ്പോൾ അതിന് താഴെയുള്ള ഏരിയ അണ്ടർ ദി കർവ് കണ്ടു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് സമയത്തേക്ക് ചെയ്ത വർക്ക് വളരെ ഈസി ആയിട്ട് നേരത്തെ കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ വഴി കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ വരയ്ക്കും. ആ റെക്റ്റാങ്കിളിൻ്റെ പരിധിയിലും ഇവിടെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിന് താഴെയുള്ള ഏരിയ അണ്ടർ ദി കർവാണ്. പ്ലസ് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അവിടെയും ടോപ്പ് പോർഷൻ നോക്കിയാൽ മനസ്സിലായി അത്രയും ഭാഗത്തേക്ക് മാത്രമായിട്ട് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ അണ്ടർ ദി കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ മൊത്തം ഏരിയ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ എൻറ്റയർ ഏരിയയെ നമ്മൾ പല പല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മളതൊക്കെ ആ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് സമയത്തേക്ക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് റെക്റ്റാങ്കിൾ പരിഗണിച്ച് ഏരിയ അണ്ടർ ദി കർവ് കണ്ടെത്തി കൂട്ടി കൊണ്ടുവരും. പക്ഷേ ഇതിനകത്തുള്ള ചെറിയൊരു പോരായ്മ ഇത് മാത്രമാണ്. നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ ഇത്രയും ഭാഗത്തെ ഏരിയ നമുക്ക് കിട്ടുന്നില്ല, നഷ്ടമായി പോവുകയാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചോദ്യമുണ്ട്. അതിനുള്ള പണിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോണം. ദാറ്റ്സ് എ മാത്തമാറ്റിക്കൽ ട്രിക്ക്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോളത്തെ, ഞാനൊരു കോളം ഇങ്ങനെ എടുക്കണം. ആ കോളത്തെ ഞാൻ വീണ്ടും ചെറുതായിട്ട് മുറിച്ചു. ലെറ്റ് ഇറ്റ് ബി ഇൻ റെഡ് കളർ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. വീണ്ടും ഒരു ചെറിയ കഷ്ണമായിട്ട് മുറിച്ചു. അപ്പോൾ ഇതാണല്ലോ ഏരിയ കാണേണ്ടത്. ഇവിടെ മിസ്സായിപ്പോയ സ്ഥലം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് പരിഗണിക്കുമ്പോൾ റെക്റ്റാങ്കിൾ എത്രത്തോളം ചെറുതായിട്ടാണോ പരിഗണിക്കുന്നത്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏരിയ അത്രയും കുറഞ്ഞിരിക്കും. ആ ഐഡിയ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ പരിഗണിക്കുന്ന റെക്റ്റാങ്കിൾ എത്രത്തോളം ചെറുതാകുന്നോ അത്രത്തോളം മിസ്സായി പോകുന്ന ഭാഗത്തെ ഏരിയ കുറയും. സോ അങ്ങനെ മിസ്സായി പോകുന്ന ഏരിയ നെഗ്ലിജിബിളി സ്മോൾ ആകണമെങ്കിൽ നമ്മളിവിടെ പരിഗണിക്കുന്ന റെക്റ്റാങ്കിളും നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കണം. ഇങ്ങനെ വളരെ ചെറിയ റെക്റ്റാങ്കിളുകൾ വേണം പരിഗണിക്കാൻ. അങ്ങനത്തെ നിരവധി റെക്റ്റാങ്കിളുകൾ പരിഗണിച്ച് ആ ഓരോ റെക്റ്റാങ്കിളിൻ്റെ സമയത്തും ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഓരോന്നിൻ്റെയും അടിയിലുള്ള ഏരിയ അണ്ടർ ദി കർവ് കണ്ടെത്തി എല്ലാം കൂടെ ലാസ്റ്റ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള വേരിയബിൾ ഫോഴ്സ് കാരണമുള്ള ടോട്ടൽ വർക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഈ പ്രോസസ്സിൽ നമ്മൾ റെക്റ്റാങ്കിൾ എത്രത്തോളം ചെറുതാക്കുന്നോ അത്രത്തോളം നമുക്ക് നഷ്ടമായി പോകുന്ന ആ ഏരിയ കുറയ്ക്കാൻ പറ്റും, ആക്യുറസി കൂടും. പക്ഷേ പ്രശ്നം റെക്റ്റാങ്കിൾ ചെറുതാകുന്നതനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കേണ്ടി വരുന്ന ഏരിയകളുടെ എണ്ണം കൂടും. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അഡീഷണലി ഒരെണ്ണം കൂടെ വരുന്നതേ ഉള്ളൂ. പക്ഷേ വളരെ നേർത്ത കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒടുവിൽ കൂട്ടി നോക്കുമ്പോൾ ഒരുപാട് എണ്ണം റെക്റ്റാങ്കിളുകൾ വരും, ഒരുപാട് തവണ കൂട്ടേണ്ടി വരും. അത് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തെ മറികടക്കാനായിട്ടാണ് നമ്മൾ അടുത്ത ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അഡീഷൻ എന്ന ടെക്നിക്കിന് പകരം നമ്മൾ കാൽക്കുലസിലേക്ക് പോകും, ഇൻ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അത് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
അപ്പോൾ നമ്മൾ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് പരിഗണിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ എഴുതുകയാണ്. assuming force is constant for small displacement delta x. ഡെൽറ്റ എക്സ് എന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സമയത്തേക്ക് ഇത്രയും ദൂരമാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഇത്രയും ദൂരമാണ്. ഇതാണ് ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് സമയത്തേക്ക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയ്ത വർക്കിനെ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. നമ്മൾ തുടക്കത്തിൽ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ. ഇനി നമ്മുടെ ഫിഗറിൽ ഇനിഷ്യൽ പൊസിഷനായ x1 മുതൽ ഫൈനൽ പൊസിഷനായ xf വരെ മൊത്തത്തിൽ ചെയ്ത ടോട്ടൽ വർക്ക് കാണാം. വളരെ സിമ്പിളാണ്, ഇൻ്റഗ്രേഷനാണ്. ടോട്ടൽ വർക്ക് W ഈസ് ഈക്വൽ ടു എവിടം തൊട്ട് എവിടം വരെ ഫ്രം ഇൻ്റഗ്രൽ x1 ടു x2 ഡെൽറ്റ W. ഈ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നതിലൂടെ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടെത്താം. ഇനിയുള്ളത് സിമ്പിൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടോട്ടൽ വർക്ക് W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 ടു x2 എന്നാണ് ഞാൻ എഴുതിയത്. അത് ഫിഗറിലുള്ളതുപോലെ തന്നെ എഴുതിയാൽ കഴിഞ്ഞാൽ FI ടു XF ഡെൽറ്റ W എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. ഒരു വേരിയബിൾ ഫോഴ്സ് ചെയ്ത വർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടത്. ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഇൻ സ്കെയിലാർ ഫോം അല്ലെങ്കിൽ സ്കെയിലാർ പ്രോഡക്റ്റ് ഫോം. then ആദ്യം എന്താണ് കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാൽ ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വസ്തു നേടിയെടുത്ത ഊർജ്ജം അല്ലെങ്കിൽ ആ വസ്തുവിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് പറയുക, കൈനറ്റിക് എനർജി എന്ന് പറയുക. ഇക്വേഷനൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv². എന്നാൽ നമ്മൾ ശരിക്കും കൈനറ്റിക് എനർജിയെ അതിൻ്റെ സ്കെയിലാർ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതിയാൽ ഇങ്ങനെയല്ല എഴുതേണ്ടത്. കൈനറ്റിക് എനർജി ഇൻ സ്കെയിലാർ പ്രോഡക്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇതാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് m ടൈംസ് v ഡോട്ട് v. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാം v ഡോട്ട് v എന്ന് പറഞ്ഞാൽ v ഇൻറ്റു കോസ് 0 എന്നാണ്. രണ്ടും വെലോസിറ്റി തന്നെയാണ്, ഒരേ വെലോസിറ്റിയാണ്. രണ്ട് വട്ടം അതിനെ പരസ്പരം ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു എന്ന് മാത്രം. അവിടെ കോസ് 0 എന്ന ഈ ടൈമിൻ്റെ വാല്യൂ 1 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് v ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു v². അങ്ങനെയാണ് ഈ v² ആണ് ഇവിടെ വന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഹാഫ് mv² എന്നിങ്ങനെ എഴുതുക. യഥാർത്ഥത്തിൽ കൈനറ്റിക് എനർജിയുടെ സ്കെയിലാർ പ്രോഡക്റ്റ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. അടുത്ത ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.